كان يأتي النبي صلى الله عليه وسلم ومعه ابنه. സ്വന്തം മകന്റെ കൈപിടിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിരുന്ന ഒരാൾ. അള്ളാഹുവിന്റെ നബിതങ്ങൾ പിതാവ് മകന്റെ കൈപിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ച് ഇളം പ്രായത്തിൽ, കൊച്ചുപ്രായത്തിൽ, അതുഹിബ്ബുഹു, ഈ കുഞ്ഞിനോട് നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലേ, കുഞ്ഞിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവല്ലേ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ് അഹബ്ബകല്ലാഹു കമാ ഉഹിബ്ബുഹു, ഞാൻ എൻ്റെ മകനെ, ഈ മോനെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കട്ടെ എന്ന് അദ്ദേഹം മറുപടി കൊടുത്തു. അത്രയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്ന് അതിനർത്ഥം. മാതാപിതാക്കളാകുമ്പോൾ സ്വാഭാവികമായി മക്കളോടൊരു സ്നേഹം ഉണ്ടാവും. അത് തബീഅത്തൻ വജിബില്ലത്തൻ വഖൽഖൻ അള്ളാഹു തന്ന ഒരു സ്നേഹമാണെന്നാണ്. അതുകൊണ്ടാണ് മക്കളോടൊന്നും, മാതാപിതാക്കളോട് മക്കളെ സ്നേഹിക്കണേ എന്ന് ഖുർആൻ പറയാതിരിക്കാൻ കാരണം എന്നാണ്. നേരെ മറിച്ച് മക്കൾ തിരിച്ച് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തഹല്ലുഖൻ കിട്ടേണ്ട ഒരു സംഗതിയാണ്. ജന്മനാ കിട്ടിക്കൊള്ളുന്നില്ല. മാതാപിതാക്കളോട് മക്കൾക്ക് അങ്ങോട്ട് സ്നേഹം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വേണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. മറ്റേത് സ്വാഭാവികമാണ്. ആരാണ് മക്കളെ സ്നേഹിക്കാത്തത്? അതുഹിബ്ബുഹു, നിങ്ങളുടെ പൊന്നുമോനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞതിന് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, നബിയെ, ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്ന പോലെ അഹബ്ബകല്ലാഹു കമാ ഉഹിബ്ബുഹു, എൻ്റെ മോനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കട്ടെ നബിയെ. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാപ്പയെയും മോനെയും എപ്പോഴും മസ്ജിദിൽ ഇങ്ങനെ കാണാറുണ്ട്. കുറച്ച് കാലങ്ങളായി മോനെ കാണാതെ വന്നപ്പോ, മാ ഫഅല ഇബ്നു ഫുലാൻ, നമ്മുടെ സഹോദരൻ എവിടെ, സ്വന്തം കുഞ്ഞിന്റെ കൈപിടിച്ചു വന്നിരുന്ന ആ വാപ്പ എവിടെ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, യാ റസൂലല്ലാഹി മാത്, നബിയെ, അയാളുടെ മകൻ മരിച്ചുപോയി നബിയെ, ആ പിഞ്ചുബാലൻ മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സങ്കടം പൊട്ടി കണ്ണുനീര് വാർത്ത് ഖിന്നനായി ദുഃഖിതനായി മദീനയുടെ വഴികളിലൂടെ നടന്നു പോകുന്ന ആ പിതാവിനെ വിളിച്ചു വരുത്തി, തൻ്റെ മോനെ ഞാൻ സ്നേഹിക്കുന്ന പോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കണം എന്ന് നബി തങ്ങളോട് മറുപടി പറഞ്ഞിരുന്ന ഒരു പിതാവ്. മുആവിയത്ത് ഇബ്നു ഖുറ റളിയല്ലാഹു അൻഹു അൻ അബീഹി ഉദ്ധരിച്ച ഹദീസാണിത്. നബിയെ, ഞാൻ എൻ്റെ മോനെ സ്നേഹിക്കുന്ന പോലെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കട്ടെ. അത്രമേൽ സ്നേഹം കൊടുത്തിരുന്ന ഒരു പൊന്നുമോനെ അള്ളാഹു കൊണ്ടുപോയി നബിയേ എന്ന് പറഞ്ഞപ്പോ ആ പിതാവിനോട് നബി തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, സമാശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ്, അമാ തുഹിബ്ബു അൻ തഅതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്നതി ഇല്ലാ വജദ്തഹു അലൈഹി യന്തളിറുക. നാളെ സ്വർഗത്തിന്റെ വാതിലുകളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാനിരിക്കുമ്പോൾ ഓരോ സ്വർഗത്തിന്റെ വാതിൽക്കലും നിങ്ങളുടെ ഈ പൊന്നുമോൻ വന്ന്, ഉപ്പാ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരൂ എന്ന് നിങ്ങളെ സ്നേഹിച്ച് ക്ഷണിക്കാൻ ആ മകൻ അവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? സങ്കടം തന്നെ. അല്ലാഹുവിന്റെ ഖളാഇനെ മറക്കാനോ ആ ഖളാഇനെ തിരിച്ചു കളയാനോ ആ ഖളാഇനെ ഇല്ലായ്മ ചെയ്യാനോ ഇബാദുകളായ അടിമകളായ മനുഷ്യർക്ക് സാധ്യമല്ലല്ലോ. അല്ലാഹു ലഹുൽ ഹുക്മു, അല്ലാഹുവിനാണ് അധികാരമുള്ളത്. ലില്ലാഹി മാ അഅതാ വലില്ലാഹി മാ അഖദ്, എടുത്തു കൊണ്ടുപോകുന്നതും അല്ലാഹുവിൻ്റേതു തന്നെയാണ്, നൽകുന്നതും അല്ലാഹുവിൻ്റേതു തന്നെയല്ലേ. ആരോഗ്യം അങ്ങനെയാണ്, അല്ലാഹു തരുന്നതാണത്, അത് കൊണ്ടുപോകുന്നതും അല്ലാഹു തന്നെ. അതുകൊണ്ടാണ് ദുആ ഇറക്കാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അല്ലാഹുവേ, നീ തന്ന ആരോഗ്യം ഞങ്ങളിൽ നിന്ന് എടുത്തു കൊണ്ടുപോകരുതേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ റബ്ബേ, ഞങ്ങൾക്ക് നിലനിർത്തി തരണേ. പക്ഷേ ദുഃഖിതനായി കിടക്കുന്ന ഒരു വാപ്പയോട്, മകൻ മരിച്ചുപോയ ഒരു പിതാവിനോട്, അത്രമേൽ മകനെ സ്നേഹിച്ച ഒരു ഉപ്പയോട് എന്താണ് പറയേണ്ടത് എന്ന് നമുക്ക് എന്ത് പറയാൻ കഴിയും?
പുണ്യനബി തങ്ങൾ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അമാ തുഹിബ്ബു, നിങ്ങളുടെ മകനെ അല്ലാഹു കൊണ്ടുപോയി ആ മകനെ നാളെ സ്വർഗലോകത്ത് കണ്ടുമുട്ടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അൻ തഅതിയ ബാബൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദ്തഹു അലൈഹി യന്തളിറുക. സ്വർഗത്തിന്റെ വാതിലുകളിൽ ഓരോ വാതിലിന്റെ അരികത്തും ഉപ്പാ എന്ന് വിളിക്കാൻ വേണ്ടി ആ മകൻ അവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രയാസം? അതുപോലെ നിങ്ങൾക്ക് എന്ന വാക്കിലാണ് ആ മനുഷ്യന്റെ മനസ്സിന് സമാധാനമായത്. പിഞ്ചുമക്കൾ, പേരക്കിടാങ്ങൾ, മരണപ്പെട്ടു പോയ ആളുകൾ ഈ സദസ്സിലിരിക്കുന്നവരിലുണ്ട്, പെങ്ങന്മാരിലുണ്ട്, സഹോദരിമാരിലുണ്ട്, നമ്മുടെ നാടുകളിൽ ഒരുപാടുണ്ട്. ആ ഒരു വേദനയെ ആരെത്ര സമാശ്വസിപ്പിച്ച് വാക്കുകൾ പറഞ്ഞാലും സമയം കൊണ്ട്, കാലം കൊണ്ട് മാഞ്ഞു പോകുകയല്ലാതെ ആ ഒരു സങ്കടത്തെ ഇല്ലായ്മ ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. അല്ലാഹു നൽകുന്ന പരീക്ഷണമാണത്. ഒരാൾ ചോദിച്ചു: യാ റസൂലല്ലാഹി അലഹു ഖാസ്സത്തുൻ അം ലികുല്ലിനാ? നബിയേ, ആ മനുഷ്യന്റെ കുഞ്ഞു മരിച്ചതിൽ അയാളുടെ മകൻ സ്വർഗത്തിന്റെ വാതിലുകളിൽ വന്നവരെ കാത്തിരിക്കും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മാത്രമാണോ? അംലി കുല്ലിന, ഞങ്ങൾ എല്ലാവർക്കും ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ബൽ ലികുല്ലിക്കും, അത് നിങ്ങൾക്ക് മുഴുവനും അങ്ങനെയാണ്. അല്ലാഹു അങ്ങനെ ഒരു പരീക്ഷണം നൽകിയാൽ ആ പിഞ്ചുമക്കൾ നിങ്ങളെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് യാ ഉമ്മാ യാ അബതാ, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കാൻ ആ മക്കൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളോട് സ്വഹാബിമാർ വന്നൊരു ചോദ്യം ചോദിച്ചത് സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ കാണാം: അയ്യുന്നാസി അശദ്ദു ബലാആ? നബിയെ, എത്രമേൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ ആരാണ് നബിയെ? ആർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉള്ളത്? ഖാല അൽ അംബിയാ, അംബിയാക്കന്മാരാണ്, പ്രവാചകന്മാരാണ്. അംബിയാക്കന്മാരിൽ ഈർച്ചവാളുകളാൽ ഈരപ്പെട്ട നബിമാരുണ്ട്. മരം മുറിക്കുന്ന പോലെ നബിയുല്ലാഹി സക്കരിയ അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാം, അല്ലാഹു ആ മഹാന്റെ പ്രാർത്ഥനകളാണ് ഒരുപാട് സൂറകളിൽ, സൂറത്തു മറിയമിലും സൂറത്തു തോഹയിലടക്കം മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിനെ പരാമർശിച്ചത് കാണാൻ കഴിയും. ആ നബിതങ്ങളെ, ആ പ്രവാചകനെ അന്നത്തെ ശത്രുക്കൾ ഈർച്ചവാളുകൊണ്ട് മുറിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. ചിന്തിക്കാൻ കഴിയുമോ? അവരുടെ മകനാണ് നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന യഹ്യ നബി അലൈഹിസ്സലാം. യഹ്യ നബി അലൈഹിസ്സലാമിനെ കഷ്ണം കഷ്ണമായി മുറിച്ചു അന്നത്തെ രാജാവ് ഹെറോഡസ്. യഹ്യ നബിയുടെ കയ്യിന്റെ ഒരു ഭാഗം, ഇന്ന് തലയോട്ടിയുടെ ഒരു ഭാഗവും തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുണ്ട്. ആ കൈയൊരു സ്വർണത്തിന്റെ കവചത്തിലായി വെച്ച് കയ്യിന്റെ ഭാഗം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യദു സക്കരിയ, യദു നബിയില്ലാഹി യഹ്യ, യഹ്യ നബി അലൈഹിസ്സലാമിന്റെ കൈ അന്നത്തെ രാജാവ് മുറിച്ചു മാറ്റിയ കഷ്ണങ്ങളിൽ ചരിത്രത്തിന്റെ ശേഷിപ്പുകളായി കൈമാറി കിട്ടിയത്. ആലോചിച്ചു നോക്കൂ, നബിമാരാണത്. ആർക്കാണ് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നബിയെ എന്ന് ചോദിച്ചപ്പോ ഖാല അൽ അംബിയാ, അല്ലാഹുവിന്റെ നബിമാർക്കാണ്. പിന്നെ അവരുടെ തൊട്ടടുത്ത് വരുന്നവർ സ്ഥാനത്തിലും മഹത്വത്തിലും അവരോടടുത്ത് വരുന്നവർ ഓരോരുത്തരുടെയും ദീനിന്റെ അളവനുസരിച്ചാണ് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. ഫമൻ സഖുന ദീനുഹു ഇഷ്തദ്ദ ബലാഉഹു, ആരുടെയെങ്കിലും ദീന് ശക്തമാണെങ്കിൽ അവർക്ക് പരീക്ഷണങ്ങൾ വരും. അത് ശാരീരികം മാത്രമല്ല, മാനസികമായിട്ട് വരും, ജോലി സംബന്ധമായിട്ട് വരും, സാമ്പത്തികമായിട്ട്, കുടുംബപരമായി എല്ലാം വരാം. فمن ثخن دينه اشتد بلاؤه ومن ضعف دينه ضعف بلاؤه. ആരുടെയെങ്കിലും ദീൻ ദുർബലമാണെങ്കിൽ, ആരുടെയെങ്കിലും മതബോധം തസ്കിയത്ത് ദുർബലമാണെങ്കിൽ ളഉഫ ബലാഉഹു, അവരുടെ ബലാഉം ദുർബലമാകുന്നു. ഇന്നർ റജുൽ ലയുസീബുഹുൽ ബലാ, പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ചില ആളുകളുണ്ട്.
ആ പരീക്ഷണങ്ങൾ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അത് കഴിയുമ്പോൾ മറ്റൊന്ന്, അങ്ങനെ ജീവിച്ച് മരണം വരെ പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്നവർ ഒരു തെറ്റുപോലും ആ മനുഷ്യന്റെ ദേഹത്തുണ്ടാവുകയില്ല. ആ മനുഷ്യൻ നടന്നു പോകുമ്പോൾ, അയാൾ ഇരിക്കുമ്പോൾ, അയാൾ ജീവിക്കുമ്പോൾ, ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ ഒരു പാപം പോലും ബാക്കിയില്ലാതെ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളാൽ പാപങ്ങളെ അല്ലാഹു തുടച്ചു നീക്കിയ ആളുകൾ നിങ്ങളിലുണ്ട് എന്ന് പരിശുദ്ധ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. അല്ലാഹു കണക്കാക്കുന്ന ആയുസ്സെത്തുമ്പോൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് അടുത്ത ഒരു ലോകത്തേക്ക് നീങ്ങാൻ കാത്തിരിക്കുന്നവരാണ് നമ്മളൊക്കെ. وما يعمر من معمر ولا ينقص من عمره. ഒരാൾ മരണപ്പെടുന്നത് അകാല മരണമല്ല. അല്ലാഹു ആ കുട്ടിക്ക്, ആ ചെറുപ്പക്കാരന് നിശ്ചയിച്ച കാലത്തു തന്നെയാണ് മരിക്കുന്നത്, അകാലത്തിലല്ല. وما يعمر من معمر 80 90 100 അതിനപ്പുറമോ വയസ്സ് ആയുസ് ജീവിക്കുന്ന ആളുകളാരോ, ആരുടെ ആയുസ്സുകളാണ് അല്ലാഹു കുറച്ചു വെക്കുന്നത്? ഇതെല്ലാം അല്ലാഹുവിന്റെ ഡേറ്റയിൽ അല്ലാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇല്ലാ ഫീ കിതാബ്. ഇതെല്ലാം റബ്ബിന്റെ തീരുമാനങ്ങളാണ്, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. وعسى أن تكرهوا شيئا وهو خير لكم. നിങ്ങൾക്ക് വെറുപ്പുള്ള ചില കാര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ഖൈറായിരിക്കും എന്ന് മറന്നു പോകരുത്. നിങ്ങൾക്ക് സങ്കടമായി വരുന്നത്, നിങ്ങളുടെ വിഷമമായി മാറുന്നത്, അത് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു വെച്ച ഒരു ഖൈറായിരിക്കാം. വഅസാ അൻ തുഹിബ്ബൂ ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മക്കളില്ലാത്തവർ ഉണ്ടാവണേ എന്നാണ് ആഗ്രഹിക്കുന്നത്. മക്കളില്ലാത്തവർ ഒരു കുഞ്ഞിനെ തരണേ എന്നാണ് ആഗ്രഹിക്കുന്നത്. മക്കളില്ലാതിരിക്കുന്നത് നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ വഅസാ അൻ തക്റഹൂ ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ഒരുപക്ഷേ മക്കളില്ലാതിരിക്കലായിരിക്കാം മോശപ്പെട്ട കുഫറിലേക്ക്, നിഫാഖിലേക്ക്, ശിർക്കിലേക്ക് പോകുന്ന മക്കളെക്കാളും അല്ലാഹു നിങ്ങൾക്ക് ഖൈറാക്കി വെച്ചത് ആ മക്കളില്ലാത്തതായിരിക്കാം. വഅസാ അൻ തുഹിബ്ബൂ ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, വേണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷേ അല്ലാഹു നിങ്ങൾക്ക് ശർറായി വിധിച്ചതായിരിക്കാം. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ തീരുമാനങ്ങളെ, അല്ലാഹുവിൻ്റെ ഇടപെടലുകളെ അങ്ങനെ അംഗീകരിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇദാ മാ ലഖീതല്ലാഹ അന്നി റാദിയാ ഫഇന്നാ ശിഫാഅൻ നഫ്സി ഫീമാ ഹുനാലിക. അല്ലാഹുവിൻ്റെ ഖദറിൻ്റെയും ഖളാഇൻ്റെയും താഴെ കുഞ്ഞുങ്ങൾ കളിപ്പാട്ടങ്ങളെ കൊണ്ട് കളിക്കുന്ന പോലെ അല്ലാഹുവിൻ്റെ ഖദറിൻ്റെ താഴെ കിടക്കുന്ന കളിപ്പാട്ടങ്ങളാണ് മനുഷ്യർ എന്ന് മറന്നു പോകരുത്. നമ്മൾ എന്തൊക്കെ കഴിവുകൾ, എന്തെല്ലാം സിദ്ധികൾ നമുക്കുണ്ടെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ തീരുമാനങ്ങളല്ലാതെ മറ്റൊന്നുമേ ലോകത്ത് നടക്കുന്നില്ലല്ലോ. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അവ്വലായവനാണ് അല്ലാഹു, ആഖിറായവൻ അല്ലാഹുവാണ്. അല്ലാഹു ലാഹിറാണ്, അല്ലാഹു ബാത്തിനാണ്. എല്ലാറ്റിൻ്റെയും വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു. അല്ലാഹുവിൻ്റെ ഖജനാവുകളില്ലാത്ത
ഒന്നുമേ ഒരു വിഷയമേ പ്രപഞ്ചത്തിലില്ല എന്നും വിശുദ്ധ ഖുർആൻ. ഖജനാവുകളാണ് റബ്ബിന്റെ മുമ്പിലുള്ളത്. ആ ഖജനാവുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടുന്നവർക്ക് തുറന്നു വെക്കുന്നു, ചില ആളുകൾക്ക് അവിടെ മൂടി വെക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മക്കളിൽ 6 മക്കളെ അവിടുത്തെ പുണ്യമായ കരം കൊണ്ട് തന്നെ മറവു ചെയ്ത, ദഫന് ചെയ്ത, കഫൻ ചെയ്ത നബിയാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുറമെ ഹബീബിന്റെ പേരക്കുട്ടികളെയും. അങ്ങനത്തെ ഒരു ഹബീബ്, താങ്ങും തണലുമായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ യാത്ര പറഞ്ഞ സമയം ഹബീബായ നബി തങ്ങൾക്ക് ത്വായിഫിൽ നിന്ന് വളരെ സങ്കടകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന നേരം ഉഖബത്ത് ഇബ്നു അബീ മുഅയ്തും ഉത്ബയും ഷൈബയും വലീദുമൊക്കെ ഹബീബായ നബി തങ്ങളെ ദേഹോപദ്രവം ചെയ്തിരുന്ന സമയം സ്വന്തം നാട് വിട്ട് മദീന എന്ന ഒരു നാട്ടിലേക്ക് 500-ലേറെ കിലോമീറ്ററുകൾ മരുഭൂമിയിലൂടെ ഒരു തണല് പോലുമില്ലാതെ നടന്നു പോകേണ്ടി വന്ന ഹബീബാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. അവിടത്തേതല്ലയോ ഹബീബല്ലയോ അല്ലാഹുവിന്റെ ഖൈറുൽ ഖൽഖ്, ഹബീബല്ലയോ സയ്യിദുർ റസൂൽ. അവിടുന്നല്ലേ അവ്വലുമൻ തൻഷഖു അൻഹുൽ അർളു അന. ഈ ഭൂമിയിൽ നിന്ന് അല്ലാഹു പുനർജന്മം നൽകുമ്പോൾ ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്നത് ഹബീബിനല്ലയോ? വഅവ്വലു മൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന. സ്വർഗ്ഗത്തിന്റെ കവാടം ആർക്കെങ്കിലും ആദ്യമായി തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഹബീബായ മദീനയുടെ രാജകുമാരനായ ഹബീബായ നബിയാണ്, നമ്മുടെ മെഹബൂബാണ്. അത്രമേൽ പ്രയാസങ്ങൾ സഹിച്ച ഒരു ഹബീബ് അവിടുത്തെ മുൻപല്ല് പൊട്ടിയ ഉഹദിന്റെ രണാങ്കണത്തിന്റെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, യാ റസൂലല്ലാഹ് ഹൽ ലാഖൈത മിൻ ഖൗമിക അശദ്ദ മിമ്മാ ലാഖൈത യൗമ ഉഹദിൻ. ഉഹദിന്റെ ദിവസം നബിയേ, അങ്ങേക്കുണ്ടായ വേദനാജനകമായ അനുഭവങ്ങളെക്കാൾ പ്രയാസകരമായ ഏതെങ്കിലും ഒരു ദിവസം, ഒരു സന്ദർഭം, ഒരനുഭവം നബിയെ അങ്ങക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നഅം, അതെ. അബ്ദുയാലീൽ ഇബ്നു അബ്ദി കുലാൽ ത്വായിഫിന്റെ പ്രമാണിയാണ്. റബീഅയുടെ മക്കളുണ്ടവിടെ. ആ മക്കളിൽ നിന്ന് സംരക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നബി തങ്ങൾ ചെന്നത്. ആട്ടിയോടിച്ച് ഖർനു സആലിബ് വരെ ചോര ഒലിക്കുന്ന കാലുമായി ഓടി വന്ന പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദുന്നാസി ബലാഅനിൽ അംബിയാ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഖാഇദയുണ്ട്. ജീവൻ തന്നവനായ അല്ലാഹു, ജീവൻ തന്നവനായ അല്ലാഹു, ആ റബ്ബ് തആല നമ്മളെ ഈ ലോകത്ത് പരീക്ഷണത്തിന് പറഞ്ഞയച്ചതാണ് എന്നിരിക്കെ ശാരീരികം, മാനസികം, സാമ്പത്തികം, സാമൂഹികം എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിലൂടെ ഈ ഉമ്മത്തിന്റെ ഓരോരോ മിമ്പറും ഉസ്താദുമാരും മുതഅല്ലിമീങ്ങളും നേതാക്കന്മാരും ആലിമീങ്ങളും സാധാരണക്കാരും ബിസിനസ്സുകാരും കൂലിപ്പണിക്കാരും എല്ലാവരും ആ ഒരു തർത്തീബിലൂടെ പോയേ പറ്റൂ. അതിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ല. ഫമൻ സഖിത ഫഅലൈഹി സഖത് ഫമൻ റളിയ ഫലഹുർ റിളാ. ആ തീരുമാനം അംഗീകരിക്കാനും തൃപ്തിപ്പെടാനും കഴിയുന്നവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്. അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമ്പോൾ എന്തേ എനിക്കിങ്ങനെ സംഭവിക്കുന്നു എന്ന് വേവലാതിപ്പെട്ട് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ ദേഷ്യവുമാണ് എന്ന് പരിശുദ്ധ നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹദ്ദിസായ അൽ ആലിമുർ റബ്ബാനി മഹാനായ ഇബ്രാഹീമുൽ ഹർബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് 11 വയസ്സ് പ്രായമുള്ള ഒരു മകൻ, ഹാഫിളായ ഒരു മകനുണ്ടായിരുന്നു. ആ ഹാഫിളായ മകൻ ഫിഖ്ഹും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ പഠിച്ചിരുന്ന മകൻ ഹാഫിളാണ്, ആലിമാണ്. മഹാനായ മുഹദ്ദിസ് ഇബ്രാഹീമുൽ ഹർബി തങ്ങളുടെ മകൻ 11 വയസ്സായിരുന്നു പ്രായം. ആ പ്രായമുള്ള മകൻ മരണപ്പെട്ട സമയം മുഹമ്മദ് ഇബ്നു ഖലഫ് എന്നവരെ, തന്റെ ഗുരുനാഥനെ, തന്റെ കൂട്ടുകാരനായ ഇബ്രാഹീമുൽ ഹർബി തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, അസാ ചെയ്യാൻ വേണ്ടി തഅസിയത്തിന് ചെല്ലുകയാണ്.
അന്നേരം ആ മഹാനായ പണ്ഡിതൻ 11 വയസ്സുള്ള തൻ്റെ ഒരേ ഒരു മകൻ, അതും ഹാഫിളായ മകൻ മരിച്ചുപോയ നേരത്ത് തൊട്ടടുത്ത ദിവസം ആശ്വസിപ്പിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ്, എൻ്റെ മകനെ കൊണ്ടുപോയ റബ്ബേ നിന്റെ തീരുമാനത്തിൽ എനിക്ക് പൊരുത്തമാണ്, അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ. ലഖദ് കുൻതു അലാ ഹുബ്ബി ലഹു വഷ്തഹി മൗതഹ്, എൻ്റെ മകൻ, ആ മകനോട് എനിക്ക് എത്രമേൽ സ്നേഹമുണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണെന്നാലും ആ മകൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതുന്നുണ്ടായിരുന്നു. അങ്ങനെയോ? യാ അബാ ഇസ്ഹാഖ് അൻത ആലിമുദ്ദുന്യാ, ആലിമുദ്ദുന്യയായ ഇബ്രാഹിമുൽ ഹർബി തങ്ങളെ, 11 വയസ്സുള്ള ഫീ സ്വബിയിൻ ഖദ് ഹഫിദൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കിയ ഒരു കുട്ടി, ആ മകനെ കുറിച്ച് അവൻ മരിച്ചു പോയിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയുകയാണോ? നഅം അവ യഖ്ഫാ അലൈക അജ്റു തഖ്ദീമിഹി, എൻ്റെ മകൻ എൻ്റെ മുമ്പ് യാത്രയാകുമ്പോ, വീട്ടിൽ നിന്നൊരു മയ്യത്തെടുക്കുമ്പോ, അതും എൻ്റെ കരളിൻ്റെ കഷ്ണമായ മകൻ എന്നോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അതിനെ ചുറ്റി അതുമായി ബന്ധപ്പെട്ട് അള്ളാഹു എനിക്ക് നൽകാൻ പോകുന്ന, എൻ്റെ മകന് നൽകാൻ പോകുന്ന, എൻ്റെ ഭാര്യയ്ക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമായിരുന്നോ? മറ്റൊരു കാരണമുണ്ട് ഞാൻ അങ്ങനെ പറയാൻ. ഫലഖദ് റഅയ്തു ഫീ മനാമി, എനിക്ക് സ്വപ്നദർശനം അല്ലാഹു തന്നിരുന്നു ഒരു നാളിൽ. ആ ദിവസം ഞാൻ കണ്ടു കഅന്നൽ ഖിയാമത ഖാമത്, ലോകാവസാനം സംഭവിച്ചിരിക്കുകയാണ്. ആ ഖിയാമത്ത് നാളിൽ ഹിസാബിന്റെ വിചാരണയുടെ ദിവസം, ദാഹിച്ച് വിഷന്നരായി തളർന്ന് ക്ഷീണിച്ച് ആളുകൾ ഇങ്ങനെ പരക്കമോടുമ്പോൾ കഅന്ന സുബിയാനൻ ബിഐദീഹിം ഖിലാലുൻ ഫീഹാ മാ, വെള്ളത്തിന്റെ കൂജകളുമായി, വെള്ളത്തിന്റെ ജഗ്ഗുകളുമായി മഹ്ശറായുടെ തിരുമുറ്റത്ത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഓടി നടക്കുന്നു, ആരെയോ തെരഞ്ഞു നടക്കുന്നു. ഇബ്രാഹിമുൽ ഹർബി തങ്ങൾ കണ്ട ഒരു സ്വപ്നം അദ്ദേഹം വിവരിക്കുകയാണ്. ആ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഫയസ്ഖൂൻ, ഒരുപാട് ആളുകൾക്ക് അവർ വെള്ളം കൊടുക്കുന്നുണ്ട്. ഞാൻ അവരോട്, ആ കുട്ടികൾ, ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു, ഇസ്ഖിനി മിൻ ഹാദൽ മാ, മോനെ നിങ്ങളുടെ കയ്യിലുള്ള ഈ വെള്ളം എനിക്കൊന്നൊരൽപ്പം തുണയാൻ, ഒന്ന് തൊണ്ട നനക്കാൻ തരുമോ എന്ന് ചോദിച്ചപ്പോ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കുട്ടി പറഞ്ഞു, ലസ്ത അബി, നിങ്ങൾ എന്റെ ഉപ്പയല്ലല്ലോ, നിങ്ങൾ എന്റെ പിതാവല്ലല്ലോ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവര് പറഞ്ഞു, നഹ്നു സുബിയ അല്ലദീന മിത്നാ വഹ്തസബനാ ആബാഉനാ, ഞങ്ങളുടെ ഉപ്പമാർക്ക് കൊച്ചുനാളിൽ മരിച്ചുപോയ മക്കളാണ് ഞങ്ങൾ മരിച്ചുപോയതിൽ പിന്നെ അള്ളാഹുവിന്റെ വിധിയെ സമാശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ക്ഷമ കൈകൊണ്ട ആളുകൾ. നന്തളിറുഹും ലിനസ്ഖിയഹും, ആ ഉപ്പമാരെങ്ങാനും ഇവിടെ കാണാനുണ്ടോ? അവർക്ക് വെള്ളം കൊടുക്കണം, എൻ്റെ ഉമ്മയ്ക്ക്, എൻ്റെ ഉപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക് വെള്ളം കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ഉപ്പയെ ഉമ്മയെ നോക്കി നടക്കുന്ന മക്കളാണ് ഞങ്ങളെന്ന് അവരെന്നോട് പറഞ്ഞു. ആ ഒരു കാരണം കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ മോന്റെ മരണത്തിൽ 11 വയസ്സുള്ള ഹാഫിളായ മകൻ അല്ലാഹുവിലേക്ക് യാത്രയായതിൽ എനിക്ക് വിഷമമില്ല. കാരണം നാളെ മഹ്ശറായിൽ ഒരിറ്റു വെള്ളം ആ മക്കളുടെ കൈകൊണ്ട് കുടിക്കാനുള്ള അവസരം അല്ലാഹു നൽകുന്നതാകാം. അതുകൊണ്ട് മുഅ്മിനെ, പ്രയാസങ്ങളിൽ തളർന്നു പോവല്ലേ. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാരണം നമ്മുടെ ബാക്കിയുള്ളവർക്ക് പ്രയാസം വരുന്ന ഒരു ദിവസവും വരാനിരിക്കുകയാണ്. അന്ന് നമ്മളാണ് പോകുന്നത്, ബാക്കി നിൽക്കുന്ന ആളുകൾ നമ്മളെ ഓർത്താണ് കരയുന്നത്. നമ്മൾ മുഅസ്സകളാണ്. ഇനി നമുക്ക് വേണ്ടി ആളുകൾ മുഅസ്സിയായി വരുന്ന സമയം, നമുക്ക് വേണ്ടി ആളുകൾ മുഅസ്സിയായി വരും. നമ്മുടെ മരണശേഷം നമ്മുടെ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ ആളുകൾ വരും. ഇപ്പൊ നമുക്ക് നഷ്ടപ്പെടുന്ന നഷ്ടങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ ആളുകൾ വരുന്നതാണ്. ഇനി നമ്മെക്കുറിച്ച് ആശ്വസിപ്പിക്കാൻ ആളുകൾ വരാൻ പോകുന്ന ദിവസമുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്.
ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞെങ്ങാനും മരണപ്പെട്ടു പോയാൽ മാലി അബിദിൽ മുഅ്മിൻ ഇൻദി ജസാ ഇദാ ഖബൽതു സഫിയഹു മിൻ അഹ്ലി ദുനിയ ثم احتسبه ഇല്ല الجنة. നിങ്ങളുടെ വീട്ടിൽ നിന്നൊരു പിഞ്ചു പൈതൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ അല്ലാഹുവിലേക്ക് യാത്രയായാൽ, ആ യാത്ര അല്ലാഹു കൊണ്ടുപോയ യാത്രയാണ്. ഭൂമിയിൽ എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഞാൻ എത്ര നല്ല വസ്ത്രം ഉടുപ്പിച്ചാലും, എത്ര നല്ല ഭക്ഷണം കൊടുത്താലും അതിനേക്കാളൊക്കെ ഖൈറ് പിഞ്ചുമക്കളെ പരിപാലിക്കുന്ന നബിയുല്ലാഹി ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലയോ പിഞ്ചുമക്കളെ പരിപാലിക്കുന്നത്? ആ പ്രവാചകന്റെ സവിധത്തിലേക്ക് എൻ്റെ മകനെ കൊണ്ടുപോയതിൽ ഞാൻ എന്തിനാണ് വിലപിക്കുന്നത്, ഞാൻ എന്തിനാണ് അക്ഷമ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ അവരുടെ വീടുകളിൽ നഷ്ടപ്പെടുന്ന ജീവനുകളെ ഓർത്ത് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർക്കതിന് പകരമായി സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. സ്വർഗമാണത്രേ പ്രതിഫലം. അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അത്ഭുതമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. സങ്കടമുണ്ടായാലും അത് നന്മയായി ഭവിക്കുന്നു, നന്മ വന്നാലും അത് നന്മ തന്നെയാണ്. യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജു, യാ സാഹിബൽ ഹമ്മി ഇന്നൽ ഹമ്മ മുൻഫരിജു അബ്ശിർ ബിഖൈരിൻ ഫഇന്നൽ ഫാരിജ അല്ലാഹു. സങ്കടപ്പെട്ട് കഴിയുന്ന ആളെ സങ്കടപ്പെടല്ലേ, നിന്റെ സങ്കടം നീങ്ങിപ്പോകും. അബ്ശിർ ബിഖൈരിൻ, നന്മയാണ് വരാനുള്ളത്, ഓർക്കണേ. ഫഇന്നൽ ഫാരിജ അല്ലാഹു, നിന്റെ സങ്കടം തീർത്തു തരുന്നത് അല്ലാഹുവല്ലേ. അതുകൊണ്ട് സങ്കടപ്പെടുന്നവനെ നീ ദുഃഖിതനായി കഴിയല്ലേ. അൽ യഅ്സു യഖ്തഉ അഹ്യാനൻ ബിസാഹിബിഹി, അൽ യഅ്സു യഖ്തഉ അഹ്യാനൻ ബിസാഹിബിഹി ലാ തയഅസന്ന ഫഇന്നൽ കാഫി അല്ലാഹു. പിശാച് നിങ്ങളോട് വന്ന് നിരാശ പറയും, ഈ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ ഇനി തീരാൻ പോകുന്നില്ലെന്ന്. പിശാച് നിങ്ങളോട് വന്ന് പറയും, ഈ ഉമ്മത്തിന്റെ മുമ്പിൽ ഇനി ഇരുണ്ട കാലമാണെന്ന്. പിശാച് നിങ്ങളോട് പറയും, ഈ നാട്ടിൽ ഇനി സമാധാനമുണ്ടാവില്ല എന്ന്. നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. ലാ തയഅസന്ന ഫഇന്നൽ കാഫി അല്ലാഹു. ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അല്ലാഹു അല്ലയോ? അല്ലാഹുവാണ്, മനുഷ്യരല്ല, അധികാരികളല്ല. പ്രപഞ്ചനാഥനാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നിരാശപ്പെടല്ലേ. അല്ലാഹു യുഹദിസു ബഅദൽ കർബി മൈസറതൻ ലാ തജ്സഅന്ന ഫഇന്നൽ കാശിഫ അല്ലാഹു. അല്ലാഹു യുഹദിസു ബഅദൽ കർബി മൈസറതൻ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികമായ, രാഷ്ട്രീയപരമായ, സാമൂഹികമായ എല്ലാ പരീക്ഷണങ്ങൾക്കും ശേഷം അല്ലാഹു യുഹദിസു ബഅദൽ കർബി മൈസറതൻ, ആശ്വാസവും സമാധാനവും അല്ലാഹു ആ പ്രയാസങ്ങൾക്ക് ശേഷം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ലാ തജ്സഅന്ന, അതുകൊണ്ട് നിരാശപ്പെടല്ലേ, വെപ്രാളപ്പെടല്ലേ. ഫഇന്നൽ കാശിഫ അല്ലാഹു, നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ കഴിയുന്നവനാണ് ഉടമസ്ഥനായ അല്ലാഹു ജല്ല ജലാലു. എന്തിനാ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? ഇദ ബതുലീത ഫസിഖ് ബില്ലാഹി വറള ബിഹി. ഇദ ബതുലീത, പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വന്നാൽ, സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ വന്നാൽ, കണ്ണുനീർ തോരാതെ രാപ്പകലുകളിൽ ഉറക്കം വിശ്രമവുമില്ലാതെ നിങ്ങൾ മനസ്സ് വേദനിച്ചു കഴിയുമ്പോൾ ഓർക്കണേ, ഇദ ബതുലീത ഫസിഖ് ബില്ലാഹി വറള ബിഹി ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാ ഹുവല്ലാഹു.
ഇന്നല്ലദീ യക്ഷിഫുൽ ബൽവാ, നിങ്ങളുടെ ഖൽബുകളിൽ നിന്ന് സങ്കടത്തിന്റെ കാർമേഘങ്ങളെ അഴിച്ചു മാറ്റാനും തട്ടിമാറ്റാനും എടുത്തു കളയാനും കഴിയുന്ന അല്ലദീ യക്ഷിഫുൽ ബൽവാ, പ്രയാസങ്ങൾക്ക് ആ പ്രയാസങ്ങളെ നീക്കിത്തരാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ പ്രതീക്ഷ വെക്കുന്നത് ഹുവല്ലാഹു, നമ്മുടെ റഹ്മാനായ അല്ലാഹു അല്ലേ. അതുകൊണ്ട് വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദിൻ ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു വല്ലാഹി മാ ലക ഗൈറുല്ലാഹി മിൻ അഹദിൻ. അതുകൊണ്ട് നിന്റെ തവക്കുൽ അല്ലാഹുവിലേക്കാവട്ടെ. തവക്കുല് അല്ലാഹുവിലേക്കാണ്, ജനങ്ങളിലേക്കല്ല, ഭരണാധികാരികളിലേക്കല്ല. നിങ്ങളുടെ അന്നവും വെള്ളവും ഉറക്കവും ഉണർച്ചയും പ്രപഞ്ചത്തിന്റെ എല്ലാം നിയന്ത്രിക്കുന്നവനായ സർവേശ്വരനായ അല്ലാഹുവാണ്. ഫഹസ്ബുകല്ലാഹു ഫീ കുല്ലിൻ ലകല്ലാഹു. ഇങ്ങനെ ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് എന്ത് പ്രയാസമാണുള്ളത്, എന്ത് പ്രയാസമാണുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് മൊത്തത്തിൽ ഒരു കാര്യം ഓർക്കാൻ പറഞ്ഞു. നമുക്കൊക്കെ വിഷമങ്ങൾ വരും, കണ്ണുനീരുകൾ ഇടതടവില്ലാതെ ഉറ്റിക്കൊണ്ടിരിക്കുന്ന നേരങ്ങളുണ്ടാകും. കണ്ണിലല്ലെങ്കിലും മനസ്സിനുള്ളിൽ കണ്ണുനീരുള്ളവരുണ്ട്, വിഷമങ്ങളുള്ളവരുണ്ട്, കണ്ണുനീർ തുടക്കുന്നവരുണ്ട്. നമ്മുടെ മജ്ലിസിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്, നമ്മുടെ പരിചയങ്ങളിലില്ലേ. യാ അയ്യുഹന്നാസ്, ഈ ഉമ്മത്തിന്റെ നേതാവ് ഉമ്മത്തികളെ അഭിസംബോധന ചെയ്യുകയാണ്. ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമില്ലാത്ത വിധം, ഒരാശ്വസപ്പെടുത്തേണ്ട വാക്കുകൾ ഇനി ഒരാളിൽ നിന്നും കേൾക്കേണ്ടതില്ലാത്ത വിധം നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കാൻ ഒരാശയം കൈമാറിയിട്ടാണ് ലോകത്ത് നിന്ന് പോയത്. അത് ദുഃഖങ്ങളിൽ കൂടെ നിർത്താനുള്ള ഓർമ്മയാണ്, അത് സങ്കടങ്ങളിൽ ചേർത്ത് വെക്കാനുള്ള ചില ചിന്തകളാണ്. മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സ്വഹീഹ് സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. മുത്തുനബി തങ്ങൾ വിളിക്കുന്ന ആ വാക്ക് ഈമാനിന്റെ ഉമ്മത്തുൽ ഇജാബയാണ്. ഹബീബായ നബി തങ്ങൾക്ക് ഉത്തരം കൊടുത്ത മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അയ്യുമാ അഹദിൻ മിനന്നാസ് ഉസീബ ബിമുസീബത്തിൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിപത്ത് വന്നാൽ ആ വിപത്ത് ഒരു പക്ഷേ ഒരു ആക്സിഡന്റ് വഴിയാവാം, നിങ്ങൾ വിചാരിക്കാത്ത വഴികളിലൂടെയാകാം. ഉണ്ടായിരുന്നത് നഷ്ടപ്പെടലായി മാറാം, കിട്ടിയിരുന്നത് കുറഞ്ഞു പോകലാകാം. അല്ലാഹു തുറന്നു വെച്ച വഴി നമുക്ക് മുമ്പിൽ അടഞ്ഞു പോകലാകാം. കൂട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുന്നതാകാം. നിങ്ങൾ ചെയ്തു പോയ നന്മകൾക്ക് ഒരു തിരിച്ച് നന്ദിക്ക് പകരം ചീത്ത പറച്ചിലുകളാകാം നിങ്ങൾ കേൾക്കുന്നത്. അതൊക്കെ വേദനകളാണ്. അയ്യുമാ അഹദിൻ മിനന്നാസി ഉസീബ ബിമുസീബത്തിൻ, നിങ്ങളുടെ വീടുകളിൽ മരണപ്പെടുന്നതടക്കമാകാം. ഏത് മുസീബത്ത് നിങ്ങൾക്ക് വന്നാലും ഫൽയഅ്തസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തില്ലതി തുസീബുഹു ബിഗൈരി. നിങ്ങളുടെ നബിയായ ഞാൻ, പുണ്യനബി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ നബിയായ ഞാൻ, നിങ്ങളുടെ റസൂലായ ഞാൻ, നിങ്ങളുടെ ഖായിദാണ്. നിങ്ങൾക്ക് വേണ്ടി മഹ്ശറയിലേക്ക് ഞാൻ, മഹ്ശറയുടെ അരികത്തപ്പുറത്ത് ഹൗദുൽ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ഞാൻ പോവുകയാണ്. അന ഫറതുകും ഇൻദൽ ഹൗദ്. ലോകത്തോട് യാത്ര പറയുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞ വാക്കാണിത്. ഞാൻ പോവുകയാണ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ പോവുകയാണ് എന്തിനെന്നറിയുമോ? അന ഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ അരികത്ത് നിങ്ങളെ കാത്തിരിക്കാൻ ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഉമ്മത്തിനോട് യാത്ര പറഞ്ഞ നബിയാണത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസം വരുമ്പോൾ എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടായ പ്രയാസം നിങ്ങൾ ഓർക്കണമേ. എന്റെ മരണം കാരണം നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തോളം അല്ലല്ലോ നിങ്ങളുടെ മക്കൾ മരിക്കുന്നതോ മാതാപിതാക്കൾ മരിച്ചു പോകുന്നതോ. എന്റെ മരണത്തോളമുള്ള മുസീബത്തല്ലല്ലോ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുന്നതോ വരുമാനമില്ലാതെയാവുന്നതോ.
എൻ്റെ മരണം കൊണ്ട് ഈ ഉമ്മത്തിനുണ്ടാകുന്ന നഷ്ടം പോലെയല്ലല്ലോ രോഗം കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പരീക്ഷണം. എല്ലാ പരീക്ഷണങ്ങളും എൻ്റെ മരണം, എൻ്റെ വഫാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോട് തട്ടിച്ചു നോക്കുമ്പോൾ എത്ര നിസ്സാരമാണ്, എത്ര നിസ്സാരമാണ്. ഒരു ഹദീസിനെ നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. റബീഉൽ അവ്വലിലൊക്കെ നമ്മൾ സാധാരണ മനസ്സിലാക്കാറുള്ള ഹദീസാണ്, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നല്ലേ ഹദീസിനർത്ഥം. നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മറ്റു എല്ലാ ജനങ്ങളെക്കാളും ഹബീബിനെ സ്നേഹിക്കണമെന്നാ പറഞ്ഞത്. ആ ഒരു ഹദീസിന് ഒരു മറുവശം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മുസീബത്ത് വന്നാലും എൻ്റെ റസൂലിനെ കൊണ്ടുള്ള മുസീബത്തോളം എത്തിയില്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ വിഷമങ്ങളിൽ ഏറ്റവും വലിയ വിഷമം ഹബീബിന്റെ മരണമാവണം. നിങ്ങളുടെ സ്നേഹത്തിൽ ഏറ്റവും വലിയ സ്നേഹം ഹബീബിന് കൊടുക്കുന്ന സ്നേഹമാകണം. അതുകൊണ്ട് എന്ത് വിഷമം വന്നാലും എൻ്റെ ഹബീബിനോളമില്ലല്ലോ അത്. ഉളിമത്തിൽ മദീന ഹീന തൂഫിയ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യൗമാനി ലൻ അൻസാഹുമാ, എനിക്ക് മറക്കാൻ കഴിയാത്ത 2 ദിവസങ്ങളുണ്ട്. ഒന്ന്, യൗമുൻ ദഖലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, ഹിജ്റ കഴിഞ്ഞ് നബി തങ്ങൾ മദീനയിലേക്ക് വന്ന ദിവസമാണ് ഒന്ന്. രണ്ടാമത്തേത് വയൗമ തുവഫിയ ഫീഹി റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ ദിവസവും ഹബീബായ നബി തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്ന ദിവസവും ഇത് രണ്ടും എനിക്ക് മറക്കാൻ കഴിയാത്ത ദിവസങ്ങളാണെന്ന് സ്വഹാബിമാരിൽ മുഅമ്മറായിരുന്ന സ്വഹാബിയാണ്. ഒരുപാട് കാലം 90 വയസ്സ് വരെ ജീവിച്ച സ്വഹാബിയാണ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. മഹാൻ പറയുകയാണ്, ഉദ്ലിമത്തിൽ മദീന, വിശുദ്ധമായ മദീനക്ക് ഇരുട്ടായിരുന്നു ഹബീബ് വഫാത്തായ ദിവസം. ഉദ്ലിമത്തിൽ മദീന ഞങ്ങൾ ഹബീബായ നബി തങ്ങളെ മറവ് ചെയ്ത് അവിടുത്തെ പരിശുദ്ധമായ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് കൈകുടഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഞങ്ങളെ പോലും തിരിച്ചറിയാൻ കഴിയാതെയായി. അത്ര വലിയ മുസീബത്താണ്. നിൽക്കുന്ന സ്വഹാബിമാർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഇരിക്കുന്ന സ്വഹാബിമാർക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഏത് മുസീബത്ത് വന്നാലും എൻ്റെ മരണം കൊണ്ട് നിങ്ങൾക്കുണ്ടായ മുസീബത്തോളം ഇല്ലല്ലോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. അയ്യുഹന്നാസ്, ഹബീബായ നബി അതാണ് പറയുന്നത്. കാലേ കൂട്ടി ഉമ്മത്തിന് വരാൻ പോകുന്ന അനുഭവങ്ങളെ ഹബീബ് കാലേ കൂട്ടി പറഞ്ഞു തരാണ്. മഹാനായ അല്ലാമ ഇബ്നു മാജ അൽ മുഹദ്ദിസ് റബ്ബാനി ഉദ്ധരിച്ച ഹദീസാണിത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അയ്യുമാ അഹദിൻ മിനന്നാസ് ഉസീബ ബിമുസീബത്തിൻ ഫൽയഅതസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തി അല്ലതി തുസീബുഹു ബിഗൈരി. നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങളെ, നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്തിനോട് തുലനം ചെയ്ത് നോക്കണേ. അതത്രത്തോളം ഒന്നുമില്ലല്ലോ. നിങ്ങളുടെ ഒരു കുഞ്ഞ് മരണപ്പെടുമ്പോൾ നിങ്ങൾക്കുള്ള വേദന വലുതാണ്, എന്നാൽ അത് ഹബീബിന്റെ കുഞ്ഞ് മരണപ്പെട്ടോളം ആയില്ലല്ലോ. നിങ്ങളുടെ മാതാപിതാക്കൾ നഷ്ടമാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന വേദന നിങ്ങൾക്ക് വലുതാണ്, എന്നാൽ ഹബീബിന്റെ ജീവിതത്തിലെ ജനിച്ചപ്പോൾ പോലും ബാപ്പിതാവിനെ കാണാൻ കഴിയാത്ത യതീമല്ലയോ ഹബീബായ നബി തങ്ങൾ, അത്രത്തോളം ഇല്ലല്ലോ എന്നോർക്കേണമേ. അതുമാത്രമോ, ഹബീബിന്റെ വഫാത്ത് കൊണ്ട് ലോകത്തുണ്ടായ നഷ്ടം എത്രയാണ്. ആകാശ ലോകത്ത് നിന്ന് വഹി വന്നിരുന്ന കാലമാണത്. ചോദിച്ചതിന് ഉത്തരം 100% വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മംബഉൽ ഇൽമ്, ഇൽമിന്റെ ഒരു ഉറവിടമുണ്ടെങ്കിൽ അത് വഹയാണ്. ആ വഹയാണ് നഷ്ടപ്പെട്ടു പോയത്. ജിബ്രീൽ അലൈഹിസ്സലാം സയ്യിദുൽ മലായിക, മലക്കുകളുടെ നേതാവാണ്. വിശുദ്ധമായ മദീനയുടെ പള്ളിയുടെ തിരുമുറ്റത്ത് ഒരു ദിവസം 1 തവണ വന്നിരുന്ന കാലമാണത്. ജിബ്രീൽ അലൈഹിസ്സലാം മദീനയിലേക്ക് വരാതെയായില്ലേ ഹബീബിന്റെ വഫാത്തിന് ശേഷം. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണേ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ വലുതാണ്.
അത് ചെറുതായിട്ടല്ല നബി തങ്ങൾ പറയുന്നത്. ആ ബുദ്ധിമുട്ട് എന്റെ മരണം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസത്തോളം ഇല്ലല്ലോ എന്ന് നിങ്ങൾ ഓർക്കണേ എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്ന അഹദൻ മിൻ